തലശ്ശേരിയിൽ ഭിന്നശേഷിക്കാരനെ മാതൃസഹോദരന്മാർ മർദ്ദിച്ചുവെന്ന് പരാതി. ഇരിങ്ങൽപീടിക സ്വദേശി ആഷിലിനാണ് മർദ്ദനമേറ്റത്. ആഷിലിന്റെ ഇരു കാലുകളുടെയും എല്ല് പൊട്ടി. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ല എന്നാണ് ആഷിലിന്റെ മാതാവിന്റെ ആരോപണം. കുട്ടികളെല്ലാം പിടിച്ചിട്ട് ഇവനെന്തോ പണീൻ്റെ പ്രശ്നം പറയേണ്ടിട്ട് പോകുന്ന സമയത്ത് ഇതിനെന്തൊക്കെയാണ് അവർ തമ്മിൽ പിടിയും പിടി കഴിഞ്ഞിട്ട് അടിച്ച് രണ്ട് കാലിൻ്റെ എല്ലും പൊട്ടിച്ചിട്ടിട്ട് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് വന്നിട്ട് 108 ആംബുലൻസിലാണ് തലശ്ശേരി ഹോസ്പിറ്റലിൽ എത്തിയത്. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇതെന്താണ് സംഭവം? ആദ്യം പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിക്രൂരമായ അക്രമമാണ് ഒരു ഭിന്നശേഷിക്കാരനെതിരെ ഉണ്ടായിരിക്കുന്നത്. തലശ്ശേരി ഇല്ലത്തുതാഴെ ഊരങ്കോട് സ്വദേശിയായ അഷിൽ എന്ന 28-കാരനെയാണ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത്. കഴിഞ്ഞ 14-ാം തീയതി രാത്രിയാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടാവുന്നത്. ഇവരുടെ മാതൃ സഹോദരന്മാരും അവരുടെ 2 സുഹൃത്തുക്കളും ചേർന്ന് ഇരുമ്പുവടി ഉപയോഗിച്ച് മുട്ടിന് താഴെ അടിച്ചു പൊട്ടിച്ചു എന്നാണ് പരാതി. അതിന്റെ എക്സ്റേ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം 2 കാലുകളുടെയും എല്ലുകൾക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. മുട്ടിന് താഴെയാണ് 2 കാലുകളുടെയും എല്ലിന് പൊട്ടലേറ്റിരിക്കുന്നത്. തുടർന്ന് പോലീസിനെ വീട്ടുകാർ വിവരം അറിയിച്ചു. തുടർന്ന് 108 ആംബുലൻസ് സ്ഥലത്തെത്തുകയും തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ഓപ്പറേഷൻ ആവശ്യമാണ്, വിദഗ്ധ ശസ്ത്രക്രിയ വേണമെന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചനുസരിച്ച് ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി മംഗലാപുരത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇന്നലെ രാത്രി തന്നെ ഇയാളെ തലശ്ശേരിയിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പൂർവ്വ വൈരാഗ്യത്തെ തുടർന്ന് സഹോദരന്മാർ സുഹൃത്തുക്കളും ചേർന്ന് മകനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് മാതാവ് സ്വപ്ന പറയുന്നത്. മാത്രമല്ല ഈ സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷം തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ഇതേ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒപ്പം കണ്ണൂർ കലക്ടർക്കും സ്വപ്ന പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഭിന്നശേഷിക്കാരനെ മാതൃ സഹോദരന്മാർ മർദ്ദിച്ചു എന്നാണ് പരാതി.